ഹായ് എവരി വൺ. എങ്ങനെ സാധിക്കുന്നു നെവിനെ? സത്യം പറഞ്ഞാൽ മിസ്സിയൂടാ. ഇന്ന് നെവിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. പൊന്നു പ്രേക്ഷകരെ, സത്യം പറഞ്ഞാൽ ചിരിച്ചു ചത്തു. പിന്നെ ഒരു ചെറിയൊരു സാഡുമായി. ആ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. സത്യം പറഞ്ഞാൽ അതായത് ആ മനുഷ്യനെ നമ്മൾ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ വല്ലാതെ മിസ്സാണ് നമ്മുടെ ഈ നെവിനെ. അപ്പോൾ നെവിന് പിഞ്ചോമന കുട്ടികൾ ലൈനാണ് നെവിനെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നൊന്നായി കാണണം. ഓക്കെ, ആ ഹോംവർക്ക് എവിടെ? മിസ് എവിടെ? എന്റെ കൊച്ചു മുതലാളി വിളിച്ച് വരുത്താൽ ഒളിച്ചിരിക്കാണോ മിസ്? അതെ, ഒരു കാര്യം ചെയ്യേ, ഇന്നത്തേക്ക് ഒരു ദിവസം അവരെ വെറുതെ വിട് പ്ലീസ്. കൊല്ലരുത്. ഞാൻ എന്ത് ഹോംവർക്ക് ചെയ്തിട്ടാ? പ്ലീസ് വളരട്ടെ. അടച്ചോ. ബായ്. ഇന്ന് കിട്ടത്തില്ലടാ. ബായ്. എന്റെ കൊച്ചു മുതലാളി, വൈകുന്നേരം വരാം. വരാം. ഓക്കെ, ബായ്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. നെവിൻ ഗായ്സ്, അപ്പൊ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രക്കധികം കുട്ടികൾ ഫാൻ ഉണ്ടാവും. ഞാൻ വിചാരിച്ചില്ല. ലൈവ് എടാ, 2 വാക്ക് പറയട്ടെ ലൈവില്. വാ. പിന്നെടാ, പഠിക്കുന്നേ ആദ്യം, എന്നിട്ട് ഇൻസ്റ്റയിലേക്ക് കയറാം. ജോയലാ ഇടയ്ക്കൊക്കെ എന്റെ പേര് പറ, അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് നിർത്തിയിട്ടാന്ന് പറയും. നെവിൻ മിസ് നെവിൻ. സത്യം പറഞ്ഞാൽ എന്താ അല്ലേ, അതായത് എൻ്റെ പേരിടക്കിടക്ക് വിളിക്കുക, ഇല്ലെങ്കിൽ ഞാൻ പൈസ ഒന്ന് വിളിപ്പിക്കും. ഇവൻ എങ്ങനെയാണ് ബിഗ് ബോസിൽ എങ്ങനെയാണോ അതാണ് ഇവന്റെ റിയൽ ലൈഫ്. മിസ്സിയുടെ നെവിനെ. ഓക്കെ, ബാക്കി കൂടി കാണി നോക്കാം. സന്തോഷായി. അപ്പൊ ഞാൻ പോട്ടെ. ബൈ. ഹല്ലേ. ആ പോവാ. എനിക്ക് ഭക്ഷണം കഴിക്കണം. 4 മണിക്ക് തീർച്ചയായിട്ടും വരാം. അതുവരെ നീ ഇരുന്ന് പഠിക്ക്. മര്യാദക്ക് ഇരുന്ന് പഠിക്ക്. ഓ, എനിക്ക് വൈകി. ഇത് എന്തുവാ ഇങ്ങനെയൊക്കെ? കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റ്. എനിക്ക് കുടിക്കാൻ തരൂ. എന്തെങ്കിലും താ എനിക്ക്. ഇവിടെ കുട്ടികളുടെ രോദനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നെവിനെ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇയാൾ സെലിബ്രിറ്റി അല്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ബിഗ് ബോസിൻ്റെ റണ്ണറപ്പായിട്ട് ഏകദേശം 4-5 ദിവസമല്ലേ ബിഗ് ബോസ് തീർന്നായതുള്ളൂ. അപ്പോൾ നെവിൻ നോക്കി ഒറ്റയ്ക്ക് ഒരു സാധാരണക്കാരനെ പോലെ നെവിൻ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കാണ്. ഓക്കെ, വേറെ എല്ലാവരും ഇങ്ങനെയൊക്കെ കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കോ? ഇല്ല. അതായത് എന്തെങ്കിലും കുടിക്കാൻ താന്നൊക്കെ പോയി ഷോപ്പിൽ ചോദിക്കുന്നു. ഇയാളൊക്കെയാണ് സത്യം പറഞ്ഞാൽ വൻ മിസ്സിംഗ് ആണ്. ഓക്കെ, ബാക്കി കൂടി കണ്ടു നോക്കാം. എനിക്ക് മയ്യ. ഹായ്. അപ്പൊ ശരി ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ചിൽഡ്രൻസ് ആശംസകൾ. ഇത് ഇവറ്റകളുടെ കരച്ചിലാണ്. എന്ത് രസം. ഒന്ന് വേഗം എടുത്ത് എടുക്കും. 1 മിനിറ്റ്, ഞാനപ്പോൾ അതൊന്ന് സെൽഫി ഒന്ന് എടുത്തോട്ടെ. എപ്പോഴും ഞാനിങ്ങനെ അവർക്ക് കൊടുക്കാറില്ല. പിന്നെ ചിൽഡ്രൻസ് ഡേ ആയതൊന്നും മാത്രമാണ് ഞാനിപ്പം ഈ ട്രാഫിക് ജാം. ഓക്കെ, ഹായ്. ഓക്കെ, അപ്പം എല്ലാവരും ഹോംവർക്കൊന്നും എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ചെയ്യണം. അല്ലേ? എന്താ എടാ കള്ള, ഹോംവർക്കൊന്നും എൻ്റെ പൊന്നിനെ. പിന്നെ സത്യം പറഞ്ഞാൽ മിസ്സിയൂടാ. ബിഗ് ബോസ് തീർന്നിട്ടാണ് ഞങ്ങളൊക്കെ മരിച്ച നിലയിലാണ് സത്യം പറഞ്ഞാൽ.
അതായത് ഞാൻ പ്രത്യേകം നിങ്ങൾ നോക്കണം എന്ത് കിട്ടുന്നുണ്ട്, ബിഗ് ബോസിന് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും തിരഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ബിഗ് ബോസ് തീരുമ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, അതായത് അതിൻ്റെ പ്രൊമോവും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ച ഒരാളെന്ന നിലയിൽ പൊന്നാര പ്രേക്ഷകരെ. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിയും മുട്ടി അടുത്ത ബിഗ് ബോസ് വരുന്നത് വരെ എന്തെങ്കിലും നാട്ടിൽ കിട്ടുന്ന കണ്ടന്റ് എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകും. ഓക്കെ, യൂട്യൂബ് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയില്ല നിങ്ങൾ വിചാരിക്കണം, നല്ല പണിയുണ്ട്, അതിൻ്റെ ഇടയിലാണ് വീഡിയോ ഇടുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കൂ, നമുക്കത് ഒരു ഹരം. ഇപ്പോൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്താൽ പിന്നെ ഇതൊന്നും നമുക്കൊരു അഡീഷനാണ്, വീണ്ടും വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിർത്തുന്നൊന്നുമില്ല, എല്ലാ ദിവസവും പറ്റുന്നത് 2 വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പൊന്നു പ്രേക്ഷകരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.